ഹായ് ഫ്രണ്ട്സ്, USHUS ഗാർഡനിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് അമ്മയുടെ താമരത്തോട്ടത്തിലാണ്. ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. ഇത് ഒരു പുതിയ വെറൈറ്റി താമര കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് വിരിഞ്ഞ്. ഇതിപ്പോൾ 3 ദിവസമായിട്ട് അത് വിരിഞ്ഞിട്ട് നല്ല ഭംഗിയുണ്ട് ഫ്ലവേഴ്സ് കാണാനായിട്ട്. ഇത് നമുക്ക് അഭിലാഷ് തന്നതാണ് ഇതിൻ്റെ ട്യൂബർ. അഭിലാഷ് ഇതിന് പേരൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം അഭിലാഷിന് വേറെ വെറൈറ്റീസിനോട് സാമ്യം തോന്നിയത് കാരണം അഭിലാഷ് ഈ ട്യൂബർ മാറ്റി വെച്ച ഒരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ ഫാമിൽ ചെന്നപ്പോൾ നട്ട് നോക്കുന്നതുകൊണ്ട് ജസ്റ്റ് ട്യൂബർ തന്നതാണ്. അപ്പം ആ ട്യൂബർ ഞാൻ അമ്മയുടെ കൊടുത്തിരുന്നു. അപ്പം അമ്മ അത് കൊണ്ടുവന്ന് നട്ടു. പക്ഷേ അഭിലാഷിന് അന്ന് അവിടെ വിരിഞ്ഞത് ജുവാബേനോടൊക്കെ സാമ്യമുള്ള ഫ്ലവറാണെന്ന് വിചാരിച്ചാണ് അഭിലാഷ് ഇത് മാറ്റിയത്. പക്ഷെ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് അമ്മ നട്ട് കഴിഞ്ഞ് അമ്മ നന്നായിട്ട് കെയർ ചെയ്യും താമര. അമ്മ നന്നായിട്ട് കെയർ ചെയ്തെല്ലാം കഴിഞ്ഞ് വളമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേനും കിട്ടിയ ഫ്ലവർ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവർ കിട്ടി. നമുക്ക് ഇതുവരെയുള്ള വെറൈറ്റിനേക്കാളും ഒരുപാട് ഭംഗിയുള്ള ഫ്ലവർ കിട്ടി. ഇതിൻ്റെ തന്നെ ഈ വെറൈറ്റിയുടെ തന്നെ ഇത് ഫീമെയിൽ ഫ്ലവറാണ്. ഫീമെയിൽ ഫ്ലവർ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് ഇങ്ങനെ സീഡ് പോഡ് ഉള്ളതിനാണ് ഫീമെയിൽ ഫ്ലവർ. ഇതിന് കൂടുതൽ ഇതേ നോക്കിയ പെറ്റലോയിഡ്സ് ആണ്. പെറ്റലോയിഡ്സ് എന്ന് പറഞ്ഞാൽ എതളുകൾ ഫോം ചെയ്യണേക്ക് മുമ്പത്തെ രീതി. ഇതാണ് പെറ്റലോയിഡ്സ്. ഇതാണ് ഫീമെയിൽ ഫ്ലവർ. ഫീമെയിൽ ഫ്ലവറിന് വലിപ്പമുണ്ട്, പക്ഷേ എതളുകൾ കുറച്ചും കൂടി ഭംഗി നമുക്ക് തോന്നിക്കുന്നത് മെയിൽ ഫ്ലവറിനാണ്. ഈ മെയിൽ ഫ്ലവർ കാണിച്ചു തരാം. ഇതാണ് മെയിൽ ഫ്ലവർ. മെയിൽ ഫ്ലവറിന് നോക്കിയ മെയിൽ ഫ്ലവറിന് ഈ സെൻറ്ററായിട്ടുള്ള ഈ ഭാഗം ഇങ്ങനെ കൂർത്തു നിൽക്കുന്ന അറ്റങ്ങൾ പോലെ ആയിരിക്കും. സീഡ് പോഡ് ഉണ്ടാവില്ല. ഇതിന് മെയിൽ ഫ്ലവറിൻ്റെ എതള് വന്നേക്കുന്നത് ഇങ്ങനെ അടുക്കുകളായിട്ടാണ്. ഒരുപാട് ലെയർ ഉണ്ട്. നമ്മൾ സാധാരണ മറ്റ് വെറൈറ്റീനൊക്കെ കാണുന്നതിനേക്കാളും കൂടുതൽ ഒരുപാട് ലെയറായിട്ട് തട്ടുള്ള അടുക്കുകളായിട്ട് കൂർത്ത് നിൽക്കുന്ന ഇതളുകളാണ്. നല്ല ഭംഗിയുണ്ട്. മറ്റുള്ള വെറൈറ്റീനേക്കാൾ ഒരുപാട് വ്യത്യാസം തോന്നുന്നുണ്ട് ഈ വെറൈറ്റിക്ക്. സൈഡ് പെറ്റൽസിൻ്റെ അറ്റം ശരിക്കും നല്ല പിങ്ക് ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 3ാമത്തെ ദിവസം ആയതുകൊണ്ട് ആ പിങ്ക് ഷെയ്ഡ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ഭംഗിക്ക് ഒരു കുറവും വന്നിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അഭിലാഷ് ഈ വെറൈറ്റിക്ക് പേരിട്ടിട്ടുണ്ടായില്ല. അപ്പം ഇതിൻ്റെ ബ്ലൂമിങ് കപ്പാസിറ്റി എങ്ങനെയാണെന്ന് നോക്കാനായിട്ട് ഇപ്പം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എത്രത്തോളം പൂക്കുന്ന രീതി എങ്ങനെയെന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ നല്ലൊരു പേര് അഭിലാഷ് എന്നോട് തന്നെ സജസ്റ്റ് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഇത്രയും ഭംഗിയിൽ ഈ പൂവിനെ കെയർ ചെയ്ത് വിരിയിച്ചെടുത്ത് അമ്മയായതുകൊണ്ട് അമ്മയുടെ പേര് ഉഷ എന്നാണ്. അപ്പോൾ USHUS എന്നുള്ള പേര് ഇട്ടോട്ടെ എന്ന് ഞങ്ങൾ ചോദിച്ചിരുന്നു. അപ്പം അഭിലാഷ് അത് ഇട്ടോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം നല്ല പേരാണെന്ന് നിങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേര് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് നിങ്ങൾക്ക് ഇടാൻ തോന്നുന്നുണ്ടെങ്കിൽ അതും പറയണേ കമൻറ്റിലൂടെ. ലക്ഷ്മി നല്ല ഭംഗിയിൽ പൂത്ത് നിൽക്കുന്നുണ്ട്. ഒരു ടബിൽ തന്നെ 3 ഫ്ലവർ ഉണ്ട്. ഇത് ഇന്ന് വിരിഞ്ഞതാണ്. പിന്നെ ബാക്കി 2ഉം ഇപ്പം 3-4 ദിവസം ആയതാണ്. നല്ല വലിയ ഫ്ലവറാണ് കിട്ടിയേക്കുന്നത് ലക്ഷ്മിയുടെ. വേറെ ബഡ്ഡുകളും മഞ്ഞുണ്ട് താഴേന്ന്. നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നുണ്ട് പ്ലാന്റ്. ഇത് ബുച്ചയാണ്. ബുച്ചയും അതുപോലെ തന്നെ നല്ല ആരോഗ്യമുള്ള മുട്ടുകൾ വന്നിട്ടുണ്ട്. നല്ല വലിയ ഫ്ലവർ വന്നിട്ടുണ്ട്. 1-2 ഫ്ലവർ വിരിഞ്ഞ് കഴിഞ്ഞു. ഇതിപ്പോൾ ഒരു 4ാമത്തെ ഫ്ലവറാണ് ബുച്ചയുടെ. നല്ല മെച്യൂർഡായിട്ടുള്ള ഫ്ലവറാണ്. നല്ല വലിയ സീഡ് പോഡും ഉണ്ട്. ഞങ്ങളുടെ പുതിയ വെറൈറ്റി USHUS എന്ന് പറഞ്ഞ വെറൈറ്റി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് USHUS ഗാർഡൻ്റെ ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. അപ്പോൾ USHUS ഗാർഡൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.